അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, തിരിക്കാൻ പറ്റുന്ന സ്വീകരണ ഗേറ്റിന് പുറത്തുള്ള ദൃശ്യങ്ങൾ. എന്തൊക്കെയുണ്ട്? സണ്ണി കർഷകരുടെ പ്രശ്നം അത് ഈ നാട് ഭരിക്കുന്ന ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്താൻ നാളെ ജനത തെരഞ്ഞെടുപ്പിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് അത് ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി അനുകൂലമാകുമ്പോൾ ഈ നാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും രാജ്യത്തെ ജനാധിപത്യ ശക്തികളുടെയും
കാലതാമസം ഉണ്ടായത്. എന്തായാലും അദ്ദേഹം എത്തിച്ചേരും. ബഹുമാന്യനായിട്ട് സൂചിപ്പിച്ച പോലെ അനേകം ആളുകൾ അദ്ദേഹവുമായി സംസാരിക്കാൻ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവരും സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടെ സംസാരിക്കുന്ന ഒരാളുടെ വ്യക്തി മാത്രമല്ല, ഓരോ മേഖലയെ പ്രതികരിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പൊ അതെല്ലാവർക്കും വേണ്ടിയാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. നമ്മുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങളാണ് എല്ലാവരും ഇവിടെ ഉന്നയിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് സമയത്തിന്റെ കാര്യങ്ങളും കൂടെ പരിഗണിച്ച് അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കർഷകന്റെ കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമ്പോൾ പാർലമെന്റിനകത്തും പുറത്തും ഭരണകൂടത്തെ ഭയപ്പെടാതെ ആ ആവശ്യങ്ങൾ കർഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പേര് ആളുകൾ നേതാക്കളനുസരിച്ച് ഒരുപാട് പേര് ഈ ഒരു പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ഒരിക്കൽ സ്വാഗതം എല്ലാവർക്കും. ഓരോരുത്തരുടെ പേരിൽ ആത്മമായ സ്വാഗതം ആശംസിക്കുകയാണ്. നിറഞ്ഞ കൈയടികളോടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യോഗത്തിന് സ്വാഗതവും പ്രവർത്തകരായ നേതാക്കന്മാരെ, നല്ലവരായ കർഷക സുഹൃത്തുക്കളെ, ഈ പേരാവൂരിന്റെ മണ്ണിലേക്ക് തുണ്ടിയിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് ഏറെ സന്തോഷം. ചെറുമാന്യനായ നമ്മുടെ ഇടയിലുള്ള പ്രിയങ്കരനായ ബഹുമാന്യനായ രാഹുൽജിയെ
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ I'm telling him to do it, to translate. I'm telling him to do it for me because translation is a dangerous job. ആശംസിക്കുക. People think translation is easy, translation is not easy. പരിഭാഷ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അത് വിചാരിച്ചത്ര എളുപ്പമല്ല എന്ന് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. You know, whenever I listen to our farmers, സഞ്ചരിക്കുമ്പോൾ കർഷകരെ കാണും. എപ്പോഴും അവരെ കേൾക്കുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് പരാതികൾ ഉണ്ടാവാം, അവർക്ക് പറയാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം. Today when you were speaking, I was thinking about agriculture in India. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. You were talking about man-animal conflict. Young lady over there got attacked by an elephant. നിങ്ങൾ വന്യമൃഗശല്യത്തെ സംസാരിച്ചു. ഒരു കുഞ്ഞു പെൺകുട്ടി അവർക്ക് തന്നെ നേരിടേണ്ടി വന്ന ആനയുടെ ആക്രമണത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. You were talking about food storage. നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണങ്ങൾ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളില്ലാത്തതിനെ സംബന്ധിച്ചിട്ടുണ്ടാകും. The fact that you do not have cold storage facilities. അതിന് ശീതീകരിച്ച സംവിധാനം ഒന്നും തന്നെ ഒരുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. Talking about not receiving the minimum price for your goods. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, പഴവർഗ്ഗങ്ങൾക്ക്, പച്ചക്കറികൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് നിങ്ങൾക്ക് താങ്ങുവില പോലും ലഭിക്കുന്നില്ല. കെട്ടിടമായി മാറുന്നതിൽ അതിന് ശക്തമായ അടിത്തറ വേണം. അതിശക്തമായ അടിത്തറ ഇല്ലാതെ ഇതൊരിക്കലും ഇതുപോലത്തെ ഒരു കെട്ടിടമായി മാറുമായിരുന്നില്ല. We are able to sit here today and have this conversation. There is a roof in this building, there are pillars in this building, there are walls in this building, but without a foundation it would be impossible for anything to be constructed. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഇടത്തിന് മേൽക്കൂരയുണ്ട്, അതിന് ചുമരുകളുണ്ട്, അതിന് തൂണുകളുണ്ട്, അതിന് വാതിലുകളുണ്ട്, ജനലുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടാവണമെങ്കിലും അതിശക്തമായ അടിത്തറയില്ലാതെ ഇതൊന്നും ഇവിടെ കെട്ടിപ്പൊക്കപ്പെടുമായിരുന്നില്ല. And if somebody went to the architect who was building this building and said, build the building without a foundation, the architect would look at him and say, you're a fool. ഇതുണ്ടാക്കിയ എഞ്ചിനീയറുടെ അടുക്കൽ ഈ നാടിനറിയാം. A roof cannot be built without walls. മേൽക്കൂര ചുമരില്ലാതെ നിലനിൽക്കുന്ന ഒന്നല്ല. Walls cannot be built without the foundation. ആ ചുമരുകൾക്ക് അടിത്തറയായി ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതിനും നിലനിൽക്കാൻ കഴിയില്ല. And yet, that our farmers and agriculture is the foundation of India is not understood. വളരെ ലളിതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അടിത്തറയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കർഷകനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Long lectures are given about IT, about everything else, but nobody says that nothing can be built in India without a foundation, and the foundation is the Indian farmer. വികസനത്തിന്റെ ഏത് വാതായനങ്ങൾ തുറന്നു കാണണമെന്ന് ആഗ്രഹിച്ചാലും ഇന്ത്യയിൽ എന്തെല്ലാം വർദ്ധിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അതൊരു അടിത്തറയില്ലാതെ നടക്കില്ല. അതിനൊരു അടിത്തറ ഉണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഇന്ത്യയുടെ കർഷകരാണ് എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. That the farmer is the foundation. It is that if you do not respect your foundation, you can never build anything. ഈ രാജ്യത്തിന്റെ അടിത്തറ കർഷകരാണ് എന്ന് പറഞ്ഞു വെക്കൽ മാത്രമല്ല, അത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കർഷകരെ ആദരിക്കാൻ ഈ രാജ്യം പഠിച്ചിട്ടില്ലെങ്കിൽ, ആ കർഷകരെ ഈ രാജ്യം ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കെട്ടിപ്പൊക്കിയതൊന്നിനും നിലനിൽപ്പുണ്ടായിരിക്കില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ആ ഭരണകാലം മുഴുവൻ നിങ്ങൾ ഉണ്ടായിരിക്കണം. And instead of Kerala's farmers coming to the government with problems, Kerala's government
should go to the farmers as a service provider. Instead of പരാതികളുടെ പരിവേദനകളുടെ പ്രയാസങ്ങളുടെ കെട്ടുമായി സർക്കാർ ഓഫീസുകൾ നേരെയേറേണ്ട അവസ്ഥ കർഷകർക്കുണ്ടാവാൻ പാടില്ല. അടുത്ത UDF ഗവൺമെന്റിനോട് ഞാൻ പറയുന്നു, അവർക്കുള്ള സേവനത്തിന്റെ പട്ടികയുമായി അവരെ ചെന്ന് കാണാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്ന സാഹചര്യം അതിവിടെ സൃഷ്ടിക്കപ്പെടണമെന്ന് അടുത്ത ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. what the farmers need is not very complicated. അവരുടെ ആവശ്യങ്ങൾ അത് ലളിതമാണ്. They need protection on price, അവർക്ക് വില, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലുണ്ടായിരിക്കും. minimum support price. അവർക്ക് മിനിമം താങ്ങുവിലാത്ത ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരിക്കും. They need a cold chain and storage facilities. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ സൂക്ഷിക്കാനും സംഭരിക്കാനും അത് പ്രോസസ് ചെയ്യാനും കഴിയാത്ത തരത്തിലുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. And they need protection in difficult times. Protection in difficult times. അത് പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സംരക്ഷണ കവചമായി ഒരു സർക്കാർ പ്രവർത്തിക്കണം. So, അവസരം ലഭിച്ചിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. and I have seen with my own eyes the tragedy of man and woman. എന്റെ കണ്ണുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന നേരിടുന്ന യാഥാർത്ഥ്യങ്ങളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ വന്യമൃഗ ശല്യത്തിന്റെ പേരിലുണ്ടാകുന്ന ദുരന്തങ്ങൾ അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. This is a complicated problem, everybody understands. ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണ് എന്നത് എല്ലാവരും മനസ്സിലാക്കുന്നു. The next government is going to look at this problem with sensitivity and with a technological mindset. ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണാൻ അടുത്ത ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടും. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളിലേക്ക് കിടക്കണം. അതിന് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എത്രത്തോളം ആവശ്യമാണോ അതിന്റെ പരമാവധി ഉപയോഗത്തോടെ വന്യമൃഗ ശല്യത്തിൽ നിന്ന് കേരളത്തിലെ ജനതയെ യോജിപ്പിക്കാനുള്ള നടപടികൾ അടുത്ത ഗവൺമെന്റിന്റെ ഭാഗമായി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And we are going to put together the best people to come up with a solution to this problem. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെവിടെയാണെങ്കിലും ഇതിന് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ ആർക്കാണ് കഴിയുന്നത് അവരുടെ സേവനം അടുത്ത ഗവൺമെന്റ് ഉപയോഗിച്ചിരിക്കും എന്ന വാക്കും ഉറപ്പും നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. We will try our best to reduce this problem as much as possible. മനുഷ്യ സാധ്യമായ അങ്ങേയറ്റം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ ചെയ്തു തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നാണ്. Thank you very much. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. പ്രിയമുള്ളവരെ